അരവിന്ദ് കെജ്രിവാളിനെതിരെ പൊതുതാൽപര്യ ഹർജി. ജയിലിൽ നിന്ന് കെജ്രിവാൾ ഉത്തരവിറക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിഷയത്തിൽ കോടതി ഇടപെടൽ വേണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക പ്രവർത്തകൻ സുർജിത് സിംഗ് യാദവാണ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. തലസ്ഥാനത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. കെജ്രിവാളിന്റെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീംകോടതി അഭിഭാഷകൻ വിനീത് ജണ്ടാൽ ഗവർണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. കസ്റ്റഡിയിലിരിക്കെ ഇത്തരം ഉത്തരവിറക്കുന്നത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, വ്യാജമായി കെട്ടിച്ചമച്ചതാണോ എന്നതിൽ അന്വേഷണം വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സൗജന്യ മരുന്നും പരിശോധനകളും തുടരാൻ കെജ്രിവാൾ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ് അറിയിച്ചിരുന്നു. ദില്ലിയിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്നും അവരുടെ ആരോഗ്യമെന്നും പ്രഥമ പരിഗണനയെന്നും കെജ്രിവാൾ അറിയിച്ചുവെന്നും സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. കടലിൽ കുളിക്കാനിറങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായി. അഞ്ചൽ സ്വദേശി അഖിലിനെയാണ് കാണാതായത്. ഇന്ന് വൈകിട്ട് 7:15 സംഭവം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ് അഖിൽ. വൈകിട്ട് കൂട്ടുകാർക്കൊപ്പമാണ് യുവാവ് വർക്കലയിലെത്തിയത്. 4 കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെയാണ് അഖിലിനെ കാണാതായത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാത്രിയായതിനാൽ തിരച്ചിലിന് വെല്ലുവിളിയുണ്ട്. കോസ്റ്റൽ പോലീസ് കടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാട്ടുപന്നി ആക്രമണത്തിൽ ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. ചേലക്കര, മേപ്പാടം, ആയിക്കുളമ്പ് നിവാസികളായ സാലി സണ്ണി, ദിൽജു സണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവർക്കും സാരമായി പരിക്കേറ്റു. മേപ്പാടത്ത് നിന്ന് ആലായിക്കുളമ്പ് ഭാഗത്തേക്ക് പോകവെയായിരുന്നു സംഭവം. ഇരുവരും സഞ്ചരിച്ച ബൈക്കിലേക്ക് കാട്ടുപന്നി വന്നിടിക്കുകയായിരുന്നു. ഇരുവരും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കപ്പലിടിച്ച് പാലം തകർന്ന അപകടത്തിൽ കപ്പൽ നിയന്ത്രിച്ചിരുന്നത് മലയാളി. അമേരിക്കയിലെ ബാൾട്ടിമോർ പാലം തകരാൻ ഇടയാക്കിയ ചരക്ക് കപ്പലിലെ 20 പേർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരണം. കപ്പൽ നിയന്ത്രിച്ചിരുന്നത് മലയാളിയായിരുന്നു. കപ്പൽ കമ്പനിയായ സിനർജി ഇക്കാര്യം സ്ഥിരീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ബാൾട്ടിമോറിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. യാത്ര തിരിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് കപ്പൽ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ ഇടിച്ചത്. പാലത്തിന്റെ പ്രധാന തൂണിലിടിച്ച് പാലത്തിന്റെ വലിയൊരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. സംഭവ സമയം പാലത്തിലൂടെ പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പതിക്കുകയും ചെയ്തു. കപ്പൽ പാലത്തിലിടിച്ചതിനെ തുടർന്ന് തീപിടിക്കുകയും ഡീസൽ നദിയിൽ കലരുകയും ചെയ്തു. ഏപ്രിൽ 22-ന് കപ്പൽ കൊളംബിയയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. പനാമയിൽ നിന്ന് മാർച്ച് 19-നാണ് കപ്പൽ ന്യൂയോർക്കിലെത്തിയത്. കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിച്ച RLV രാമകൃഷ്ണൻ. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയനാണ് കൂത്തമ്പലത്തിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കി നൽകിയത്. ജൂനിയർ സത്യഭാമ വർണ്ണവിവേചനം നടത്തിയതിനെതിരെ RLV രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ കലാമണ്ഡലത്തിലേക്ക് ക്ഷണിച്ചത്. കലാമണ്ഡലത്തിൽ ചിലങ്ക കെട്ടിയാടാൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന നിറഞ്ഞ സദസ്സിലായിരുന്നു രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. കൂത്തമ്പലത്തിൽ ചിലങ്ക കെട്ടണമെന്ന 2 പതിറ്റാണ്ടായുള്ള രാമകൃഷ്ണന്റെ സ്വപ്നം കൂടിയായിരുന്നു ഇന്ന് സാക്ഷാത്കരിച്ചത്. മോഹനനല്ല, മോഹിനിയാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത്. കറുത്ത നിറമുള്ളവർ നൃത്ത മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട തുടങ്ങി നിരവധി അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു സത്യഭാമ രാമകൃഷ്ണനെതിരെ ഉയർത്തിയത്.